ന്യൂസ് കേരള. ഭിന്നശേഷിക്കാരനായ പ്രശാന്ത് ചന്ദ്രന്റെ അവിശ്വസനീയമായ കഴിവുകൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. കണക്കുകളുടെ ലോകത്ത് പരിമിതികളെ അതിജീവിച്ച് മുന്നേറുകയാണ് പ്രശാന്ത്. 3 ദേശീയ അവാർഡുകൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളാണ് ഈ മിടുക്കനെ തേടിയെത്തിയത്. എന്നാൽ സംസ്ഥാന സർക്കാർ വേണ്ട പ്രോത്സാഹനം നൽകുന്നില്ലെന്ന ആശങ്ക കുടുംബം പങ്കുവയ്ക്കുന്നുണ്ട്. പ്രശാന്ത് ഈ വീട്ടിൽ ഒരു മ്യൂസിക് സിസ്റ്റം ഉണ്ടായിരുന്നു. ആ മ്യൂസിക് സിസ്റ്റത്തിൽ ഇവൻ്റെ കണ്ണ് മ്യൂസിക് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന LED ബൾബ്, പാട്ടിനനുസരിച്ച് തുള്ളുന്ന LED ബൾബുകളിലായിരുന്നു ഇവൻ്റെ ശ്രദ്ധ. പാട്ടിടം ആ LED ബൾബിൽ കൊണ്ട് കണ്ണ് ചേർത്ത് വെച്ച് ഇതൊരു ആനന്ദമായിട്ട് കൊണ്ട് നടന്നു. പക്ഷേ അത് അവസാനം അത് ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ അതുകൊണ്ടായിരിക്കും കണ്ണിന് ചെറിയ ഉണർവ് വന്നത്. അതുവഴിയായിരിക്കും ചിലപ്പോൾ ഈ കണ്ണിൻ്റെ ഞരമ്പുകൾക്ക് എന്തെങ്കിലും ഉണർവ് വന്നതുകൊണ്ടായിരിക്കും ചെറുതായിട്ടുള്ള കാഴ്ച പരിമിതമായിട്ട് കാണുന്നത്, അങ്ങനെ ആയിരിക്കുമെന്ന് ഡോക്ടർ ഒന്ന് പറഞ്ഞായിരുന്നു. ആദ്യത്തെ ശ്രദ്ധ അങ്ങനെ തന്നെ ആയിരുന്നു. ഈ ഏകദേശം ഒരു 5 വർഷം വരെയും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. രാവിലെ ആകുമ്പോൾ പാട്ടിടും, ആ LED ബൾബിൽ പോയി നോക്കിക്കൊണ്ടിരിക്കും. ആഹാരം കഴിക്കാൻ ആ സമയമാകുമ്പോൾ മാത്രം അത് കാണൂലെന്നേ ഉള്ളൂ. ഫുൾ ടൈം അത് തന്നെയായിരുന്നു ജോലി. അതിൻ്റെ അടുത്തായിട്ടായിരുന്നു ഈ കലണ്ടർ തൂക്കിയിട്ടിരുന്നത്. ഈ നമ്മൾ അതാത് വർഷത്തെ കലണ്ടർ നമ്മൾ തൂക്കിയിടുന്ന കലണ്ടറായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ആ കലണ്ടറിൽ ഇപ്പോൾ എപ്പോഴും ആദ്യമൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. പിന്നെ ഈ കലണ്ടറുകൾ വലിച്ചു കീറി കളയുന്ന ഒരു പ്രകൃതം ഉണ്ടായിരുന്നു. ഡെയിലി ഒരു കലണ്ടറെങ്കിലും വലിച്ചു കീറി കളയും. അങ്ങനെ നമ്മുടെ വീട്ടിൽ ഏകദേശം ഒരു 100-300 കലണ്ടറൊക്കെയാണ് ഒരു വർഷത്തെ വാങ്ങിച്ച് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആദ്യമൊക്കെ അത്ര സ്റ്റോക്കൊന്നും ചെയ്യില്ലായിരുന്നു. പിന്നെ അതിലൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. കാരണം രാത്രിയൊക്കെ ആകുമ്പോൾ വയലൻ്റ് ആവും, കലണ്ടർ വേണമെന്ന് പറയും, നമ്മൾ പിന്നെ എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ച് കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ സഹോദരി പ്രിയങ്ക, ഇത് നമുക്കൊരു പ്രശ്നമാണല്ലോ അച്ഛാ, നമുക്കൊരു കാര്യം ചെയ്യാം, എൻ്റെ അവൾ മൊബൈൽ മാറ്റി ഒരു പുതിയ മൊബൈൽ വാങ്ങിച്ചപ്പോൾ പഴയ മൊബൈൽ പ്രശാന്തിന് കൊടുത്തിട്ട് പറഞ്ഞു അതിനകത്ത് നിനക്ക് 150 വർഷമുണ്ട്, നീ ഇത് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അത് നോക്കിയിട്ട് പറഞ്ഞു ഇനി ഇതിലും കൂടുതൽ വേണമെന്ന് വാശി പിടിച്ചു. പിന്നെ ഇതിലും കൂടുതൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കൊടുത്തു. പിന്നെ പുള്ളിക്കാരൻ തന്നെ 10 കോടി വർഷത്തെ കലണ്ടറൊക്കെ എവിടെ നോക്കാൻ ഡൗൺലോഡ് ചെയ്ത് പിന്നെ പഠിക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ ചോദിക്കുന്നത് ഏതാഴ്ച എന്ന് ചോദിച്ചിട്ട് ഏത് ഡാറ്റ് വെച്ചിട്ട് ആഴ്ച ബാക്കിലോട്ട് AD 1 മുതൽ ഗ്രിഗോറിയൻ കലണ്ടറാണ് പഠിച്ചിട്ടുള്ളത്. AD 1 മുതൽ 10 കോടി വർഷം വരെയുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ബാക്കിലോട്ടും ഇത് പറയുന്നുണ്ട്, ഫ്രണ്ടിലോട്ടും പറയുന്നുണ്ട്. ബാക്കിലോട്ട് നമുക്ക് 2021 വർഷം ബാക്കിലോട്ടും പറയുന്നുണ്ട്. കാരണം നമ്മൾ ഏത് ഡേറ്റ് കൊടുത്താലും ആഴ്ച സെക്കൻഡിനകത്ത് പറയും. 9 സെക്കൻഡിനാണ് അന്ന് ഇവിടെ ഇവൻറ്റ് നടത്തി നമ്മൾ വേൾഡ് റെക്കോർഡ് കിട്ടിയത്. അതേ 9 സെക്കൻഡിൽ ഇപ്പോഴും ആ 9 സെക്കൻഡിൽ വേൾഡ് റെക്കോർഡിൽ നിൽക്കുമ്പോഴും അവനിപ്പോൾ 2 സെക്കൻഡ് 1 സെക്കൻഡ് മതി ഒരു ചോദ്യത്തിന് ആൻസർ പറയാൻ വേണ്ടി. അതുമാത്രമല്ലാതെ പിന്നെ മനക്കണക്കിലൂടെ ഇന്നത്തെ ദിവസത്തിൽ നിന്ന് അടുത്ത 10,000 വർഷത്തിനകത്ത് വരാൻ പോണ ദിവസങ്ങളുടെ ഡേറ്റ് പറഞ്ഞാലും മനക്കണക്കിലൂടെ പെട്ടെന്ന് കൂട്ടി പറയും. പിന്നെ ഓരോ വിശേഷ ദിവസങ്ങൾ, ഇപ്പോൾ ആറ്റോ പൊങ്കാല ആയിരുന്നാലും എത്ര വർഷത്തെ ആറ്റോ പൊങ്കാല വേണമെങ്കിലും ഇനി വരാൻ പോണത് പറഞ്ഞു തരും. മണ്ഡലപൂജ ആയിരുന്നാലും പറഞ്ഞു തരും, മകരവിളക്കായിരുന്നാലും പറഞ്ഞു തരും. ഏത് വിശേഷം 92 അവധിയിൽ വരുന്ന ഏത് വിശേഷ ദിവസങ്ങൾ ചോദിച്ചാലും അവൻ പറഞ്ഞു തരും. എത്ര വർഷത്തെ വേണം പറഞ്ഞു തരും. ഇത് ഒരു അൺലിമിറ്റാണ്, എത്രയോ ചോദിക്കുക എത്രയോ പറയാം. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ പ്രശാന്തിൻ്റെ ഇപ്പോഴത്തെ പോക്ക്. അതാണ്, മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള കുട്ടികൾ, ഇങ്ങനെ ഈ കാണാതെ മനപ്പാടമാക്കി പറയുന്ന കുട്ടികൾ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു റെക്കോർഡ് ബുക്കിനകത്തും ഉടമകളായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ ഇപ്പോൾ ഒരാളിനെ കാണാതെ പറയാൻ പറ്റുമെങ്കിൽ ഇഷ്ടംപോലെ പിള്ളേർ പറയണമായിരുന്നല്ലോ. നോർമലായിട്ടുള്ള കുട്ടികൾ പോലും പറയുന്നില്ലല്ലോ. അങ്ങനെ ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ ആ വിഷയം അവതരിപ്പിക്കുകയും ആ അവതരിപ്പിക്കുന്നത് പത്രക്കാർക്ക് ബോധ്യമാവുകയും ചാനലുകാർക്ക് ബോധ്യമായതുകൊണ്ട് മാത്രമാണ് ഇത്രയും വാർത്താ പ്രാധാന്യം പ്രശാന്തിന് കിട്ടിയിരിക്കുന്നത്. ഈ വാർത്താ പ്രാധാന്യത്തിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ നാഷണൽ അവാർഡിലോട്ട് പോയത്. നാഷണൽ അവാർഡ് അവരും നോക്കിയപ്പോൾ ജൂറി നോക്കിയപ്പോഴത്തേക്ക് ഇതൊരു പ്രത്യേക ഒരു അച്ചീവ്മെൻറ്റാണ്. ഈ അച്ചീവ്മെൻറ്റിനുള്ള അംഗീകാരം എന്നുള്ള രീതിയിലാണ് ഇതുവരെ 3 നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ളത്. അതിലൊരു വ്യക്തത ഉണ്ടെന്ന് പറഞ്ഞാൽ 23 വയസ്സിൽ 3 നാഷണൽ അവാർഡ് കിട്ടിയ ഏകതാരവും പ്രശാന്ത് തന്നെയാണ്. ഇനി ഒരു പത്മശ്രീക്ക് വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. അതും കുറേ കാലത്തിനകത്ത് പ്രശാന്ത് നേടിയെടുക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ടെമ്പറേച്ചർ പറയുന്നുണ്ട്. പിന്നെ അല്ലാതെ തന്നെ മനക്കണക്ക് കൂട്ടി പറയുന്ന കണക്ക് മാത്സിൻ്റെ ഒരുപാട് ഇത് പറയുന്നുണ്ട്. പിന്നെ ഫാരാഹീറ്റ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. കീബോർഡ് നല്ലവണ്ണം കീബോർഡ് വായിക്കുന്ന പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ വായിക്കുന്ന അതേ രീതിയിൽ കീബോർഡ് വായിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇപ്പം നമ്മുടെ കുടുംബത്തിന് വന്നിട്ടുള്ള ഒരു നേട്ടം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കാരണം അത് മോഹൻലാൽ സാറ് പറഞ്ഞ പോലെ ഇത് ആര് കേട്ടാലും 10 കോടി വർഷത്തെ കലണ്ടറൊക്കെ പറയുന്നത് ഒരു അവിശ്വസനീയമായി തോന്നും. പക്ഷേ അത് അവൻ്റെ അടുത്ത് ഇടപഴകി നോക്കുമ്പോൾ മാത്രമേ അതൊരു അതിശയ മനുഷ്യനാണ് എന്നുള്ള രീതിയിൽ
പിന്നെ അത് പറയേണ്ടി വരുന്നത്. അതിശയ മനുഷ്യനെന്നും വിസ്മയ മനുഷ്യനെന്നും പല രീതിയിലും മെമ്മറി അവന് പേരിട്ടിരിക്കുന്നതിന് മെമ്മറി പ്രശാന്ത് എന്നാണ്. അവൻ്റെ സൈറ്റ് മെമ്മറി പ്രശാന്ത് എന്നുള്ള സൈറ്റിലാണ് അവൻ എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെമ്മറിയിലാണ് അവൻ്റെ കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് ഇരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇതിനു വേണ്ടി ഒരുപാട് ഇവനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്തിന് ഈ ഏകദേശം ഒരു 16 വയസ്സ് വരെ ഞങ്ങൾ എടുത്തുകൊണ്ടാണ് നടന്നത്. പിന്നെയാണ് ഇവൻ ചെറുതായിട്ട് നടക്കാൻ തുടങ്ങി. ഇവന് നടക്കാൻ പറ്റില്ല, കാരണം കാർഡിയോളജി ന്യൂറോളജി പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഈ നടക്കാൻ പറ്റില്ല. നടന്നു കഴിഞ്ഞാൽ അവൻ്റെ കൈയെല്ലാം ഉടൻ തന്നെ നീല കളറായി ഇത് ഒരു കിഴപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അവനെ നടക്കാൻ നമ്മൾ കൂടുതലായി നടത്തിക്കില്ല. ഞാൻ എല്ലായിടും എടുത്തുകൊണ്ടാണ് പോയത്. ഏകദേശം ഒരു 16 വയസ്സ് വരെ എടുത്തുകൊണ്ട് നടന്നതാണ്. ഈ എടുത്തുകൊണ്ടൊക്കെ നടന്നിരുന്നാൽ തന്നെ നമ്മളിത് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അതാണ് ഏറ്റവും വലിയ നേട്ടം. ഇത് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ലെന്നാണ്. ഇത് ആര് മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ ഈ ഭിന്നശേഷി കുട്ടികളുടെ രക്ഷകർത്താക്കൾ മനസ്സിലാക്കണം. കാരണം ഞങ്ങൾ ആ സമയത്തിന് ഈ കൊച്ചിനെ ഒരു രീതിയിലും ഈ 3 മാസം ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങൾ ഒരു ഇഞ്ച് പോലും തറയെ വെക്കാതെ പൊന്നുപോലെ എടുത്തുകൊണ്ട് നടത്തിയാണ് ഈ നിലയിൽ കൊണ്ടുവന്നത്. ഇപ്പോഴും അവൻ ഇതിൽ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് ഈ റെക്കോർഡുകളും ഇതൊന്നും അല്ലാണ്. ഒരു 23 വയസ്സ് വരെയെങ്കിലും ആ കൊച്ചിനെ നമ്മളെ കൂടെ ചേർത്ത് പിടിച്ച് ഇരിക്കാൻ സാധിച്ചല്ലോ. ആ ഒരു അച്ഛനെന്നുള്ള രീതിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നണം അങ്ങനെ. അതാ ഇപ്പോഴും എൻ്റെ അടുത്തിരിക്കും, എനിക്കെന്ത് സന്തോഷം. അവനും ഞാൻ ഇരിക്കണമെന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ സന്തോഷത്തിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ അവന് അവൻ്റേതായ കഴിവ് തന്നെയാണ് അവൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അവൻ തന്നെ അത് പ്രദർശിപ്പിക്കുകയും അത് തന്നെ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് ഇത് കറക്റ്റാണെന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് കൊണ്ടുമാണ് അവൻ്റെ അത്രയും വിജയം. അല്ലാതെ ഒരു ഡേറ്റ് പറയുകയും ആ ഡേറ്റിൻ്റെ ആഴ്ച പറഞ്ഞിട്ട് ആഴ്ച എന്നാണെന്ന് അത് കൺഫേം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പ്രശാന്ത് ഇത്രയും ഒരു ഉയർച്ചയിലെത്തൂല. നമ്മുടെ കുടുംബത്തിൽ വേറെ ആർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ കുടുംബത്തിലുള്ള എല്ലാവരും പ്രശാന്തിന് വളരെ സപ്പോർട്ടാണ്. പ്രശാന്തിന് ഈ അവൻ്റെ ജന്മനാൾ വരുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാവരും വരാറുണ്ട്, ഒത്തുകൂടാറുണ്ട്. എല്ലാവരും ഗിഫ്റ്റുകൾ ഇതുപോലെ കലണ്ടറൊക്കെയാണ് ഗിഫ്റ്റുകൾ കൊണ്ട് കൊടുക്കുന്നത്. കലണ്ടറോട് കൂടി മാത്രമേ താല്പര്യങ്ങളുള്ളൂ. എല്ലാവരും കുടുംബത്തിലുള്ള എല്ലാവരും വലിയ സപ്പോർട്ടാണ്. കൊച്ചുകാലം മുതലേ എല്ലാവരും വലിയ സപ്പോർട്ടാണ്. പ്രശാന്തിൻ്റെ ഇതുവരെയുള്ള ലൈഫ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രശാന്തിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശാന്തിൻ്റെ വിജയം. അതാണ് എൻ്റെ വിജയം. അതാണ് കാരണം ഞങ്ങൾ പിരിഞ്ഞിരിക്കുന്നില്ല, കൂടുതൽ സമയം കണ്ടെത്തുന്നുണ്ട്, അവൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്. ഞാൻ തന്നെ ഇപ്പം പുതിയതായിട്ട് ഫ്രെയിം ചെയ്തിരിക്കുന്ന അതായത് ഇന്നത്തെ വർഷം 10,000 വർഷത്തിനകത്ത് വരുന്ന ദിവസവും തമ്മിൽ എത്ര ദിവസം എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നത് അവൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ടൈമിംഗ് കുറയ്ക്കാൻ വേണ്ടി ഡെയിലി വീട്ടിൽ ഇവൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഡെയിലി ഞാൻ ഒരു 20 ക്വസ്റ്റ്യൻ ഇട്ട് കൊടുക്കും. ഞാൻ എൻ്റെ ജോലിക്ക് എന്തെങ്കിലും പോയിട്ട് വരുന്നതിനകത്ത് 20 എണ്ണത്തിന് ആൻസർ എഴുതി വെച്ചിരിക്കും. ഗൂഗിളിൽ ചെക്ക് ചെയ്യുമ്പോൾ അത് കറക്റ്റാണെന്ന് തോന്നും. അതിൻ്റെ ടൈമിംഗ് കൂടെ നമ്മൾ എഴുതാം. 5 മിനിറ്റൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ അതിനിപ്പോൾ കുറച്ച് ഏകദേശം ഒരു 3 മിനിറ്റിലോട്ടൊക്കെ എത്തും. അത് 1 മിനിറ്റിനകത്ത് 10,000 വർഷത്തിനകത്തുള്ള ദിവസം കൂട്ടി പറയാൻ പറ്റും. മനക്കണക്കിലാണ് പറയണം. 10,000 വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ദിവസമായി എന്നുള്ളത് ചിന്തിക്കാന്നുള്ളൂ. ഇത്രയും ദിവസത്തിൽ കൂട്ടി കൗണ്ട് ചെയ്ത് 31 ഉള്ളതുകൊണ്ട്, 28 മാസം ഉള്ളതുകൊണ്ട്, 30 ഉള്ളതുകൊണ്ട്, 31 ഉള്ളതുകൊണ്ട്, ഇതെല്ലാം കൗണ്ട് ചെയ്ത് പോയാൽ മാത്രമേ എത്ര ദിവസം ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇപ്പോൾ ഒരു ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ എന്തായാലും അവൻ വിന്നറാവും എന്നുള്ളതിൽ സംശയമൊന്നും നമുക്കില്ല. ഇപ്പോഴേ ആയിക്കഴിഞ്ഞു. അതിൻ്റെ ടൈമിങ്ങിൻ്റെ മാത്രമേ ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ ഇപ്പം. പിന്നെ വേറെ ഒന്നും പറയാനില്ല. ഇതാണ് പിന്നെ സ്കൂളിൽ 18 വയസ്സ് വരെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. റോട്ടറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ്റർനാഷണൽ സ്കൂളിലാണ് പഠിച്ചിരിക്കുന്നത്. അവിടെ ഒരു കീബോർഡിൽ ഒരു സാറ് കീബോർഡ് പഠിപ്പിച്ചെന്ന് പറയുന്നു. പക്ഷേ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് തന്നെ ഞാൻ ഒരു കീബോർഡ് വാങ്ങിച്ചു കൊടുക്കുകയും ഇപ്പോൾ പ്രൊഫഷണൽ കീബോർഡിസ്റ്റുകൾ വായിക്കുന്ന രീതിയിൽ വായിക്കുന്നുണ്ട്. പക്ഷെ അതിലും ഒരു പുതുമയുണ്ട്. വലത് കൈ കൊണ്ട് മാത്രമാണ് കീബോർഡ് വായിക്കുന്നത്. മൊത്തത്തിൽ പുതുമ എന്ന് പറയുന്നതിൽ ഒരു അത്ഭുത മനുഷ്യനെന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവൻ്റെ വ്യത്യസ്തത കാണിക്കുന്നത് അവൻ്റെ തലയിൽ തന്നെ 8 ചുഴിയുണ്ട്. 8 ചുഴിയുള്ളവരെന്ന് നമ്മൾ ഇന്ന് വരെ ഞാൻ 2 ചുഴിയുള്ളവരും 3 ചുഴിയുള്ളവരും കാണാൻ 8 ചുഴിയുള്ള മനുഷ്യനാണ്. അത് തന്നെ ഒരു വ്യത്യസ്തത അവിടെ ഉണർത്തുന്നുണ്ട്. അത് ആൾക്കാർക്ക് ചിന്തിക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ വേറെ കാര്യം, എൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ട് മാത്രമാണ് ഞാൻ പ്രശാന്തിനെ ഇതുവരെ കൊണ്ടുപോയത്. പക്ഷേ എനിക്കത് പോരാ. എനിക്ക് കുറച്ച് സപ്പോർട്ട്, കുറച്ച് ആൾക്കാരുടെ ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ എനിക്ക് ആവശ്യമുണ്ട്. ഇത് കാണുന്നവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള ഒരു അഡ്വൈസ് തരണമെന്ന് മാത്രമേ എനിക്കിതിനകത്ത് പറയാനുള്ളൂ. എനിക്ക് ഇനി പ്രത്യേകിച്ച് ഒരു കാര്യം പറയേണ്ടത്, പ്രശാന്തിനെ ഞാൻ മാതൃക ആക്കി ആണ് ഞാൻ ഇതുവരെ വളർത്തിക്കൊണ്ടുവന്നത്. ഇനിയും മാതൃക ആക്കുകയാണ്. ഞാൻ ഒരുപാട് ഭിന്നശേഷി കുട്ടികളുടെ സംഘടനയിലൊക്കെ വർക്ക് ചെയ്യുന്നുള്ള ഒരാളാണ്. പക്ഷേ ഞങ്ങൾ കണ്ടുവരുന്നത് അവരുടെ അടുത്തൊക്കെ ഞങ്ങൾ പറയാറുണ്ട്, ഇങ്ങനെ ആ കുട്ടിക്ക് എന്തായാലും ഒരു കഴിവ് കാണും, നമ്മൾ ഒളിഞ്ഞും പതുങ്ങി ഇരുന്ന് ഞാൻ വീട്ടിനകത്തൊക്കെ 2-3 ക്യാമറയൊക്കെ വെച്ചാണ് ഇവൻ്റെ ഈ പ്രകൃതങ്ങൾ കണ്ടിരുന്നത്. കാരണം എല്ലാം ആഹാരം കഴിക്കുന്നത് ഒളിച്ചിരുന്ന് കഴിക്കും, മൊബൈൽ നോക്കണത് ഒളിച്ചിരുന്ന് കഴിക്കും, എന്ത് ചെയ്തിരുന്നാലും ഒളിച്ചിരുന്നാണ് ചെയ്യുന്നത്. നമ്മുടെ മുഖത്ത് നോക്കി അവൻ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട്
അവരുടെ കഴിവുകൾ കണ്ടെത്തണമെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും ബുദ്ധികൾ ഉപയോഗിച്ചാൽ മാത്രമേ കണ്ടെത്താൻ പറ്റുള്ളൂ. കാരണം എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഈ വാതിൽ ഗ്ലാസ്സാണ്. ഈ വാതിൽ വഴി അവ അകത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റും അവ എന്ത് ചെയ്തുകൊണ്ടിരിക്കണമെന്നുള്ള. അങ്ങനെ പല സ്ഥലത്തുനിന്ന് പല രീതിയിലുള്ള നിരീക്ഷണങ്ങൾ നടത്തിയാണ് ഞങ്ങൾ ഇത്രയും കഴിവുകൾ പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ മറ്റ് ഇതുപോലെ ഭിന്നശേഷി കുട്ടികളുടെ രക്ഷകർത്താക്കൾക്കും എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, ഞാനൊരു മാതൃകയാക്കി കാണിക്കുന്നുണ്ട്. അതുപോലെ ആ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും. നമ്മൾ 4 മൂലയിൽ എവിടെയെങ്കിലും പിടിച്ചിരുത്താതെ അവരെ കൂടെ കൈ പിടിച്ച്, ഞാൻ എടുത്തുകൊണ്ട് നടന്നില്ല, 16 വർഷം എടുത്തുകൊണ്ട് നടന്നതിനുള്ള നേട്ടം എനിക്കുണ്ടായല്ലോ. അവന് ടെമ്പറേച്ചർ അറിയാം. ഈ ടെമ്പറേച്ചറിനെ കുറിച്ച് പഠിക്കുന്ന സമയത്തിന് പ്രശാന്ത് പറയാറുണ്ട്, ഊട്ടിയിൽ നിന്ന് -ഡിഗ്രിയാണ്, നമുക്ക് ഊട്ടി പോകണമെന്ന് പറയാം. അങ്ങനെ ഞാൻ എത്രയോ പ്രാവശ്യം ഊട്ടിയിലും കൊടൈക്കനാലിലും മൂന്നാറും ഒക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. അവനെ കൊണ്ടുപോകാത്ത സ്ഥലങ്ങളിൽ ബോംബെയും ഡൽഹിയും കൽക്കട്ടയും എല്ലാ സ്ഥലത്തും ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ എനിക്ക് എടുത്തുകൊണ്ട് നടക്കണമെന്നോ എന്നുള്ള ഒരു ഈ മടിയോ വേറെ ഒന്നും എനിക്ക് ഇന്ന് വരെ പ്രശാന്തിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ മക്കൾക്ക് തോന്നിയിട്ടില്ല, എൻ്റെ ഭാര്യയ്ക്ക്. എൻ്റെ മകളാണ് ഏറ്റവും കൂടെ സപ്പോർട്ട് ചെയ്ത് ഈ കഴിവുകളെല്ലാം പുറത്തു കൊണ്ടുവന്ന അവളാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് അവൾക്കിപ്പോൾ 2 കുട്ടികളാണ്. അതിനുശേഷം കുറച്ച് പ്രശാന്തുമായിട്ട് കുറച്ച് ടൈം ഇല്ലാത്ത ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പ്രശാന്തിന് ഫുൾ സപ്പോർട്ട് നമ്മുടെ വീട്ടിൽ ഇപ്പോഴും കിട്ടുന്നുണ്ട്. പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ സപ്പോർട്ടുണ്ട്, ആൾക്കാർ വിളിക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. എനിക്ക് കുറച്ച് ഉപദേശങ്ങൾ കൂടെയൊക്കെ വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം ആർക്കും ഇല്ലാത്ത ഒരു കഴിവാണല്ലോ ഈ സയൻറ്റിസ്റ്റുകളൊക്കെ നമുക്കതിന് മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. 1-2 പേർ പറഞ്ഞിട്ടുണ്ട്. അത്ര എളുപ്പമല്ല 10 കോടി വർഷത്തെ കണക്കൊക്കെ ഇങ്ങനെ ഓർത്ത് വയ്ക്കാനും അത് സീരിയലായിട്ട് ശനിയാഴ്ചയാണോ വ്യാഴാഴ്ചയെന്ന് പറയാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഈ 4 വർഷം കൂടുമ്പോൾ ഒരു ദിവസം മാറല്ലേ, നമ്മൾ എണ്ണിയൊക്കെ പറയുമ്പോൾ ഈ 4 വർഷത്തെ വെച്ച് ഓരോ ദിവസം കൂടെ കൂട്ടി പോണ്ടേ, അത് എങ്ങനെ മനക്കണക്കിലൂടെ അത് പറയാൻ പറ്റും? ഇതങ്ങനെ ആയിരിക്കില്ല, മറ്റെന്തെങ്കിലും കഴിവായിരിക്കും. ഇപ്പോൾ എന്ത് കഴിവായിരുന്നാലും നമുക്കതിനെക്കുറിച്ച് അറിയില്ല, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. പക്ഷേ എന്ത് കഴിവായിരുന്നിരുന്നാലും അതൊരു ആർക്കും ഇല്ലാത്തൊരു കഴിവായതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിതിന് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് പറയുന്നത്. പ്രശാന്തിന് ഞങ്ങളെ സംബന്ധിച്ച് ഒട്ടും ഇരുത്തി പഠിക്കാൻ പറ്റില്ല. ഒരിടം ഇരിക്കുന്ന പ്രകൃതം പ്രശാന്തിനില്ല. ഈ അടുത്ത കാലത്താണ് നമ്മുടെ കൂടെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അവനിപ്പോൾ എഴുതാനോ ഒക്കെ നമ്മൾ പേന പിടിപ്പിക്കുക. എനിക്ക് ഇന്ന് വരെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ഒരു അഭിപ്രായം പറഞ്ഞ ഇതാണ്, പ്രശാന്ത് വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവൻ്റെ ഒരു അഡ്രസ്സ്, നീ എവിടെയാണ് താമസിക്കണം എന്നുള്ളതെങ്കിൽ ഒന്ന് എഴുതിയെങ്കിലും, സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒന്ന് എഴുതിയെങ്കിലും കാണിക്കാൻ നിങ്ങൾ പഠിപ്പിക്കണം. കാരണം ഭിന്നശേഷി കുട്ടിയാണ്, ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും, നമുക്ക് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ ആരെങ്കിലും ചോദിച്ചിരുന്നാൽ അവൻ്റെ അഡ്രസ്സ് ഒന്ന് എഴുതാനെങ്കിലും ഒന്ന് പഠിപ്പിക്കണമെന്ന് പറയും. അങ്ങനെ ഞാൻ എഴുതാനൊന്നും പഠിപ്പിച്ചിട്ട് ആ പേനയൊന്നും പിടിക്കാൻ പറ്റില്ല. വിരലുകളൊക്കെ ഇത്ര നീളമാണ്, നമുക്ക് എങ്ങനെ പിടിക്കാൻ പറ്റും? ഇതാണ് വിരലുകൾ. ഈ വിരലുകളിൽ പേന പിടിക്കാനേ പറ്റുന്നില്ല. അത് മാത്രമല്ല അവൻ സഹകരിക്കുന്നുമില്ല. പിന്നെയാണ് അവൻ്റെ സഹോദരി പിന്നെ ഈ ABCD പസിൽസ് വാങ്ങിച്ച് പസിൽസ് വഴി ഇതെല്ലാം ഓരോ അക്കങ്ങളും ഇതെല്ലാം ഫ്രെയിം ചെയ്ത് കൊടുത്ത്, ആ ഫ്രെയിം ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ വലിയ പേന ഇതുപോലത്തെ വലിയ ബോർഡുകളിലൊക്കെ എഴുതുന്നുണ്ട്. ചെറിയ പേന വെച്ച് എഴുതാൻ വളരെ ബുദ്ധിമുട്ടാണ് അവന്. പക്ഷേ എങ്ങനെയോ അവൻ ഇംഗ്ലീഷൊക്കെ കുറേ സ്വായത്തമാക്കിയിരിക്കുന്നു. ഞങ്ങൾക്കിരുന്ന് പഠിച്ചില്ലെങ്കിലും അവൻ സ്വയം വീട്ടിലിരുന്ന് പഠനങ്ങൾ നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവൻ ഇംഗ്ലീഷിലൊക്കെ എഴുതുന്നുണ്ട്. ഒരു ഫ്രണ്ട്സോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. വാട്സപ്പിലും ഫേസ്ബുക്കിലും അങ്ങനെ കൂട്ടായ്മകളൊന്നുമില്ല. ഞങ്ങൾക്കൊക്കെ ഉള്ളു. അവൻ അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞും കൂടെ ഒന്നും ചെയ്യാറില്ല. പിന്നെ ഇപ്പോൾ എനിക്ക് ഞാനിപ്പോൾ ഡൽഹിയിൽ പോയിരുന്നപ്പോൾ എനിക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നുകൊണ്ട് എനിക്ക് വാട്സപ്പിനകത്ത് എനിക്ക് പുള്ളി അയച്ചു തന്നിരുന്നു. ആദ്യമായിട്ട് നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. അങ്ങനെയുള്ള വേറെ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നുമില്ല. അല്ല, ഈ എല്ലാ പുരസ്കാരങ്ങളും കിട്ടി, നമുക്ക് വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല. പിന്നെ ഒരു മനസ്സിനകത്തുള്ള ഒരു പ്രയാസം എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് 3 നാഷണൽ അവാർഡ് കിട്ടിയിട്ട് ഒരു സംസ്ഥാന അവാർഡ് തന്നില്ലല്ലോ. ഈ വർഷം ഞാൻ നോമിനേഷൻ കൊടുത്താണ്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നോമിനേഷൻ ഇല്ലായിരുന്നു. അപ്പോൾ ഞാനത് മുഖ്യമന്ത്രിക്ക് പ്രത്യേകം നവകേരളത്തിൽ വെച്ച് ഒരു പരാതി പറഞ്ഞിരുന്നു. ആ പരാതി ബേസ് ചെയ്ത് ഇപ്രാവശ്യം 2 അവാർഡ് വന്നിട്ടുണ്ട്, പുതിയതായിട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഒരു റോൾ മോഡലും ഒരു ക്രിയേറ്റിവിറ്റിയും വന്നിട്ടുണ്ട്. പക്ഷേ രണ്ടിലെങ്കിലും ഒരു ഇതിന് അപ്ലൈ ചെയ്തു, പക്ഷെ നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു പ്രയാസം നമുക്കുണ്ട്. നമ്മളെ സംസ്ഥാനത്തിനകത്ത് അതിനകത്ത് ഒരു ഇതോ ഇല്ലാതായപ്പോഴല്ലോ. മറ്റ് സംസ്ഥാനങ്ങളിൽ തമിഴ്നാട് റെക്കോർഡ് വരെ നമുക്ക് കിട്ടുകയാണ്. പക്ഷേ എന്നിട്ടും കേരളത്തിനകത്ത് നമുക്ക് ഇത്തരം കാര്യങ്ങളൊന്നും നോക്കാനൊന്നും ആളില്ല എന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഞങ്ങളവരുടെ തള്ളിക്കയറിയിട്ടൊന്നുമില്ല, തള്ളിക്കയറി ആരും ചോദിച്ചിട്ടുമില്ല. പക്ഷെ അറിഞ്ഞു ചെയ്യേണ്ട കാര്യങ്ങൾ ആയിരുന്നു. ഇപ്പോൾ എനിക്ക് ഡൽഹിയിൽ പോകുമ്പോൾ അവർ ചോദിക്കാറുണ്ട്, നമ്മുടെ പ്രൊഫൈലിനകത്ത് സംസ്ഥാന അവാർഡിൻ്റെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഇല്ലായിരുന്നല്ലോ എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞ സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടില്ല. സംസ്ഥാന അവാർഡ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ സംസ്ഥാന അവാർഡ് കിട്ടാതെ തന്നെ 3 നാഷണൽ അവാർഡ് കിട്ടിയിരിക്കുന്നത്. അതൊക്കെയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. ഇപ്പം ഫേസ്ബുക്കിനകത്ത് ഞാൻ കണ്ടായിരുന്നു, മുതുകാട് സാർ പ്രശാന്തിനെ കുറിച്ച് പറഞ്ഞത്. ഞാനുള്ള സമയത്തിന് തന്നെ പറഞ്ഞത് പ്രശാന്ത് ഇവിടെ ജനിക്കേണ്ട കുട്ടിയല്ല എന്നാണ് അവർ തറപ്പിച്ച് പറയുന്നത്. വനിതയിൽ വന്നതിനകത്തും വനിതയിൽ അവൻ്റെ ഫീച്ചർ വന്നതിനകത്തും ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, പ്രശാന്ത് ഇവിടെ ജനിക്കേണ്ട കുട്ടിയല്ല, ഒരു പുതിയ നവോത്ഥാനത്തിൻ്റെ ആളായിരിക്കാം, പക്ഷേ പ്രോത്സാഹനം ഇല്ലല്ലോ
എന്നാണ് പറയുന്നത്. ഞാനും ഉദ്ദേശിക്കുന്നത് അങ്ങനെ തന്നെ. ഇതിനനുസരിച്ചുള്ള പ്രോത്സാഹനങ്ങളൊന്നുമില്ല. മറ്റാർക്കും ഇല്ലാത്തൊരു കഴിവാണെങ്കിൽ അതിനൊരു പരിപോഷിപ്പിക്കേണ്ട ഒരു ബാധ്യത നമ്മുടെ പൊതുസമൂഹത്തിനുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ചെയ്യണമെന്നില്ല, ഗവൺമെൻറ് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നില്ല. ഇതുമായിട്ട് അറിയാമെന്നുള്ള ആൾക്കാർ മറുപടി പറയണമായിരുന്നല്ലോ, ഒന്നും പറഞ്ഞില്ല. കലണ്ടർ എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടായ്മയുണ്ട്, അവരിതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. അവരും പറയുന്നുണ്ട് അങ്ങനെ കൂട്ടി കുണിച്ച് കരിച്ചൊന്നും പെട്ടെന്ന് പറയാൻ പറ്റുന്നതല്ല. പ്രശാന്ത് പറയണത് വേറെ എന്താ അസാമാന്യ കഴിവ് വെച്ചുകൊണ്ടാണ് പറയുന്നത്. എന്ത് കഴിവാകട്ടെ, ഒരാൾ പറയുന്നുണ്ടല്ലോ, ആ പറയുന്നതിനനുസരിച്ചുള്ള ഒരു പ്രോത്സാഹനം നമുക്ക് വേണമെന്നുള്ളതാണ് ഞാൻ പൊതുസമൂഹത്തിൻ്റെ അടുത്ത് ഞാൻ പറയുന്നത്. നമുക്ക് സാമ്പത്തികമായിട്ട് ഒരു ഇതും വേണ്ട. സർക്കാരിൻ്റെ അടുത്ത് ഞങ്ങൾ സാമ്പത്തികമായിട്ട് ചോദിക്കുന്നില്ല, നമ്മൾ ആർക്കും അടുത്ത് സാമ്പത്തികം ചോദിക്കുന്നില്ല. പക്ഷെ മറ്റെന്തെങ്കിലും ഒരു രീതിയിലുള്ള പ്രോത്സാഹനങ്ങൾ വരണമെന്നാണ്. ഇനിയിപ്പോൾ അവനെ കൊടുക്കാനുള്ളത് കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി അവന് പത്മശ്രീക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. പത്മശ്രീ കിട്ടണമെന്നുണ്ടെങ്കിൽ 10, 30, 40 അവൻ്റെ ഹാർഡിയോളജി ന്യൂറോളജി പ്രോബ്ലങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് മാക്സിമം നേരത്തെ എന്തൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും അത് കൊടുക്കുക. അത്ര നമുക്കൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എപ്പോഴാണ് ഇതൊരു അപകടാവസ്ഥയിൽ പോകണമെന്നുള്ളത് നമുക്കാർക്കും പറയാൻ പറ്റില്ല. ഡോക്ടർമാർ പറയണത് അതാണ്, ഏത് നിമിഷവും അപകടമുണ്ട്. അത് നമുക്ക് എങ്ങനെയായിരിക്കും നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം കാർഡിയോളജിക്കും ന്യൂറോയിലൊക്കെ നല്ല പ്രോബ്ലം ഉള്ളതാണ്. നമുക്ക് അവന് എന്തൊക്കെ പുരസ്കാരങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും, അത് അച്ഛനെന്നുള്ള രീതിയിൽ ഞങ്ങളുടെ കടമയാണ്. അതിനനുസരിച്ച് നമുക്ക് എങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും അതുപോലെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഫ്യൂച്ചറിൽ ഭാവിയിൽ വേറെ പരിപാടികളൊന്നും ഇല്ല. പിന്നെ അവന് വലിയ താല്പര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കലയൊക്കെ ഇതൊക്കെ പഠിക്കണമെന്നൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ഈ കീബോർഡ് മാത്രമല്ല, അവൻ തബല പഠിക്കാൻ നോക്കി, പക്ഷെ അത് നടന്നില്ല. പിന്നെ വയലിൻ പഠിക്കാൻ നോക്കിയാൽ നടന്നില്ല. അവൻ്റെ കൈ അതിനനുസരിച്ച് വണങ്ങുന്നില്ല. പിന്നെ അത് ആകെ കിട്ടിയത് ഈ കീബോർഡ് മാത്രമാണ് നമുക്ക് സൂട്ടബിളായിട്ട് കിട്ടിയത്. അതങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഡെയിലി പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ വിളിക്കും, പക്ഷേ വിളിക്കും, ആദരിക്കും, എല്ലാം ചെയ്യും. ആദരവൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 300-ലധികം പുരസ്കാരങ്ങൾ തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാം ഇവിടെ നമ്മൾ വിളിക്കേണ്ട എല്ലാ സംഘടനകളും വിളിച്ചിട്ടുണ്ട്. എല്ലാവരും വിളിച്ച് ആദരിച്ചിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ തന്നെ എത്രയോ ആദരവ് നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ കുറേ നമ്മൾ ഇവൻ്റെ കുറേ ഇതൊക്കെ നമ്മൾ ഈ ഫ്ലഡ് വന്ന സമയത്തിന് കുറച്ച് പാർട്ടിയുടെ ആൾക്കാരൊക്കെ വന്ന് എന്തെങ്കിലും പഴയ സാധനങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ ഇവൻ്റെ കുറച്ച് ഇതൊക്കെ വിളക്കുകളും അങ്ങനെ കിട്ടിയതൊക്കെ ഉണ്ടായിരുന്നു. പിച്ചള അത് കുറേ ഉണ്ട്, ഒരുപാടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ അവർക്ക് കൊടുത്തു. നല്ല കാര്യത്തിനല്ലേ. ബാക്കിയെല്ലാം പ്ലാസ്റ്റിക് പോലത്തെ ഐറ്റങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിളക്കാറ്റൊക്കെ കിട്ടിയൊക്കെ ഞാൻ കുറേ വിളക്കൊക്കെ അവർക്ക് കൊടുത്തു. ഇങ്ങനത്തെ ഉപദേശം തരാൻ പറ്റും. ഇവനെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയാറൊക്കെ ഇപ്പോൾ വിദേശത്ത് ഇതൊക്കെ പോയിട്ടുണ്ട് ചോദിച്ച പോലെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ യാത്ര ചെയ്ത് അവനെ കൂടുതൽ പരിചയപ്പെട്ട് അവൻ കൂടുതൽ അറിയപ്പെടുന്ന ആളാവേണ്ട ആളാണോ എന്നാണ് എനിക്കിപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം. പൊതുസമൂഹത്തിനോട് ചോദിക്കണം, ഇതിലും കൂടുതൽ അറിയപ്പെടുന്ന ആളാവേണ്ട ആളാണോ, അതേ നമ്മൾ ഇവിടം വെച്ച് ഇങ്ങനെ ഇത് ചെയ്ത് നിർത്തിയോ മതിയോ എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത്. 1-2 പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇതൊരു പുതിയ നവോത്ഥാനത്തിൻ്റെ ഒരാളാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണോ ഇല്ല എന്നുള്ളത് ഈ പൊതുസമൂഹമാണ് പറയേണ്ടത്. ഇങ്ങനെ ഒരു കഴിവ് പറയുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ അതൊരു മാതൃകയായ കുട്ടി, അവന് അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റാത്ത, അവന് ചെയ്യാൻ പറ്റാത്ത, അവൻ വെറും ഫ്രീ ഒക്കേഷനിൽ മാത്രമാണ് പഠിച്ചിട്ടുള്ളത്. അന്ന് നമ്മൾ ഓരോ ദിവസവും എടുത്തുകൊണ്ട് സ്കൂളിൽ കൊണ്ടാക്കണം, അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിട്ടുണ്ട്. നമ്മൾ ഒരു മടിയും കാണിച്ചിട്ടില്ല. അപ്പം നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ട് ഈ കുട്ടിയെ വളർത്തി പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ കൊണ്ട് നിർത്തിക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ ബാധ്യത നമുക്കറിയണം. അതേ ഉള്ളൂ. അപ്പോൾ ചോദിക്കാം, സമൂഹത്തിന് എന്ത് ബാധ്യത, നിങ്ങളെ കുട്ടിയെ നിങ്ങളെ പഠിപ്പിച്ചു, അങ്ങനെയല്ല, ആ രീതിയിലല്ല ഞാൻ പറയുന്നത്. മറ്റാർക്കും ഇല്ലാത്തൊരു കഴിവുള്ളത് കൊണ്ട് അതിനി നമുക്ക് എങ്ങനെ അത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. എനിക്കിനി ഒരു പത്മശ്രീ വാങ്ങിച്ച് തരണമെങ്കിലും അതിന് എനിക്കൊരു കൂട്ടായ്മയുടെ ആവശ്യമുണ്ട്. ഞാൻ ഇവിടെ നിന്ന് പത്മശ്രീ എന്ന് പറഞ്ഞാൽ തന്നെ കിട്ടില്ലല്ലോ. ഒരു നാഷണൽ അവാർഡാണെങ്കിൽ അത് ഇപ്പോഴേ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഒരു സംസ്ഥാന അവാർഡ് എന്തുകൊണ്ട് സംസ്ഥാന അവാർഡ് കൊടുക്കുന്നില്ല? അതൊരു ചോദ്യചിഹ്നമായിട്ട് അങ്ങ് നിൽക്കും, ഇത്ര തന്നെ. അതിൽ വേറെ മാറ്റമൊന്നുമില്ല. നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക, അത് നമ്മളെ കടമ. നമ്മളിപ്പോൾ ആരെയും കുറ്റപ്പെടുത്താൻ തയ്യാറല്ല. ഒരുത്തരും നമ്മൾ